മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാവട്ടെ തന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വഴക്കിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം കടന അവിടെ നിന്നും മഹാലക്ഷ്മിയും ലേഖയും അനന്തവും ചേർന്ന് വേഗം തന്നെ പറഞ്ഞു വിടുന്നു. പിന്നീട് മോഹിനിയെ തെരഞ്ഞ് കരുണ റൂമിലേക്ക് പോകുമ്പോൾ അവരവിടെ കാണുന്നില്ല. കിച്ചണിലേക്ക് പോകുന്നുണ്ട്. മഹിക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മോഹിനി. കരുണയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും ജയിലിട്ടിട്ട് അവരിവിടെ വന്ന് മകൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളെ ശരിക്കും തല്ലല്ല വേണ്ട, കൊല്ലുകയാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞ അവളാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് അഭിനയം കയ്യെന്നെടുത്തിട്ടേ മതിയാവുള്ളൂ എന്ന് കരുണ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൗമ്യത്തോടു കൂടിയിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരുണയാവട്ടെ മോഹിനിയുടെ ആ ഒരു അവസ്ഥയിൽ വേദനിക്കുന്നത് പോലൊക്കെ തന്നെ അഭിനയിക്കുകയാണ്. അമ്മയെ ഇത്തരത്തിൽ അച്ഛനും മുത്തശ്ശിയും അടിച്ചോ, ഞാന് ഇത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിന് പകരമായിട്ട് അമ്മ അച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റേഷൻ കയറ്റി. സാരല്ല, പക്ഷെ ഇനി അവരെ കോടതി വരെ എത്തിക്കുന്നത് ശരിയല്ല അമ്മേ, എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനായിട്ട് അമ്മ ഒന്ന് പറയണം എന്നിങ്ങനെ കരുണ പറയുമ്പോ അത് പിന്നെ നടക്കില്ല മോളെ, നിന്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്ത ക്രൂരതകൾ അറിയാമല്ലോ. ഞാൻ ഒരുപാട് തവണ വേണ്ടാന്നും പറഞ്ഞതാണ്, പക്ഷെ അവരെന്നിങ്ങനെ അടിച്ചു. ഇനിയിപ്പോ ഞാൻ വിചാരിച്ച പോലും എന്നെ സ്നേഹിക്കുന്നവർ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോ അമ്മ പറഞ്ഞാൽ സമ്മതിക്കും. അച്ഛനെ അമ്മ ഇപ്പൊ കണ്ടാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കും. അത്തരത്തിലുള്ള അവസ്ഥയിലാണ് അച്ഛനും മുത്തശ്ശിയും അവിടെ ഇരിക്കുന്നത്. അമ്മയെ തല്ലിയതിന് പകരമായിട്ട് പോലീസുകാർ അച്ഛനെയും മുത്തശ്ശിയെയും തല്ലി കഴിഞ്ഞു. അമ്മയുടെ ഇതേ അവസ്ഥയിൽ തന്നെയാണ് അവരും. അതുകൊണ്ട് അമ്മ മനസ്സ് വെക്കണം, എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കണം എന്നൊക്കെ പറയുമ്പോൾ മോഹിനിക്കാണെങ്കിൽ മനസ്സ് അരിയുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ശരി, ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മഹിയും അനന്തുമോനുമാണ് കടുംപിടുത്തം പിടിക്കുന്നത്. അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശരി അമ്മ സംസാരിക്കുന്നത് ഇങ്ങനെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നീട് മോഹിനിയാണെങ്കിൽ കരുണയുടെ അഭിനയത്തിൽ വീഴുന്നുണ്ട്. എന്നിട്ട് മഹിയോട് സംസാരിക്കാനായിട്ട് പുറത്തു പോകുന്നു. നിങ്ങളൊക്കെ എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റേഷനിൽ കയറ്റിയതിന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ, നിങ്ങൾ തല്ലല്ല വേണ്ടത്, കൊല്ലുക വേണ്ടതെന്നൊക്കെ കരുണയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി അനന്തവും ലേഖയും മോഹിനിയും കരുണയും വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മോഹിനിയെ പറഞ്ഞു മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മോഹിനി അനന്തുവിനോട് പറയുന്നുണ്ട്, മോനെ കേസും കാര്യങ്ങളൊന്നും വേണ്ട, മോളിപ്പോ വന്നത് അവളുടെ മുത്തശ്ശനെയും അച്ഛനെയും ജയിലിൽ നിന്നും ഇറക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് സോൾവ് ആക്കാം, ഇനി അവരിത് ആവർത്തിക്കില്ല, അത് ഉറപ്പാണ്. ഇനി കുറച്ച് പേടിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല അമ്മേ, അമ്മയുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവർ വീണ്ടും അത് ആവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ മോനെ, പക്ഷെ ഈ ഒരു തവണയ്ക്ക് മോനത് ക്ഷമിച്ചേ മതിയാകൂ, അമ്മയുടെ വാക്ക് ധിക്കരിക്കരുതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മഹി പറയുന്നുണ്ട്, അമ്മ ഇവളുടെ വാക്ക് വിശ്വസിച്ചിട്ടാണോ ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദേ, ഇവളെയും ഇവളുടെ അച്ഛനെയും മുത്തശ്ശിയെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഇവരൊക്കെ ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടി കാല് പിടിക്കുന്നതാണ്. അമ്മയോട് ഇപ്പോൾ അവള് കണ്ണീര് കാണിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ഫുള്ളും വിഷമായിരിക്കും എന്നൊക്കെ ലേഖയും പറയുന്നു. എന്താ, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, എന്റെ അമ്മയുടെ തീരുമാനം അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു എന്ന്. അങ്ങനെ അനന്ത് പറയാണ്, സ്റ്റേഷനിലേക്ക് പോയിക്കോ, പക്ഷെ വെറുതെ ഒന്ന് ക്ഷമിച്ചു വിടുമെന്ന് കരുതണ്ട, അവിടെ എത്തിയിട്ട് നീ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഇപ്പൊ വിട്ടോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അനന്തു. എന്തായാലും അനന്തു കരുണയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് കരുണയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ SI ആണെങ്കിൽ കരുണയെയും പ്രതാപനെയും മുത്തശ്ശിയെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്നും തൽക്കാലം ഇപ്പൊ നിങ്ങൾക്ക് രക്ഷയുണ്ട്, കോടതി വരെ പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു മുദ്രപേപ്പറിൽ ഒപ്പിട്ട് തരണം, അതും കരാറ് പ്രകാരമായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. ഇത് കേട്ട് എല്ലാവരും ആകെ ഷോക്കാവുന്നു. കരാറോ? എന്ത് കരാറും? ഇനി തന്റെ ഭാര്യയെ താൻ തൊട്ടുപോലും നോവിക്കില്ല, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ആ വീട്ടിൽ ജീവിക്കാം എന്നും, അതുപോലെ മഹാലക്ഷ്മി എന്നുള്ള ആ പെൺകുട്ടിക്ക് ഏത് സമയം വേണമെങ്കിലും അവിടേക്ക് വന്നു പോകാനും എല്ലാത്തിനുള്ള അനുവാദം ഒരു തടസ്സവും ഇല്ലാതെ വേണം സ്മൂത്തായി പോവാനായിട്ട്, അതിനുള്ള മുദ്രപേപ്പർ ആണെന്നൊക്കെ പറയാണ്. ഇതിൽ മര്യാദയ്ക്ക് ഒപ്പിടുന്നോ അതോ താൻ കോടതിയിലേക്ക് പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ പ്രതാപം പറയുന്നുണ്ട്, വേണ്ട സാറേ, ഞാൻ ഒപ്പിട്ടോളാം എന്നും. എന്തായാലും ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ ഞാൻ കോടതി വരെ ഒന്നും കൊണ്ടുപോകില്ല, ഇവിടെ സ്റ്റേഷനിലിട്ട് തന്നെ തീർക്കുമെന്നൊക്കെ ആ SI ആണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും കരുണയും മുത്തശ്ശിയും പ്രതാപനും ആ ഒരു മുദ്രപേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവർക്കാണെങ്കിൽ മോഹിനിയോടും മറ്റു ലേഖയോടും അനന്തുവിനോടും മഹിയോടൊക്കെ തന്നെ തീർത്ത കലിയാണ് വരുന്നത്. പക്ഷെ തൽക്കാലം അവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു വഴി കരുണയുടെയും പ്രതാപന്റെയും മുത്തശ്ശിയുടെയും മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അവർ ഒപ്പിട്ട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഇനി മുന്നോട്ട് പോകുന്നത് സൂക്ഷിച്ചു വേണം, കണ്ണേട്ടൻ നമുക്കൊപ്പം ആണെങ്കിൽ കൂടിയും ആ ആനന്ദവും മഹാലക്ഷ്മിയുടെയും പിന്നെ എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെയും ഒപ്പമാണ്, അവരുടെ കാല് പിടിക്കേണ്ട ഗതി എനിക്കിന്ന് വന്നു, ഇനി ഇത് ആവർത്തിക്കരുത്, അവർ തൽക്കാലം എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്നൊക്കെ കരുണ പറയുന്നു.
മോള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ പോയി നാണം കെട്ടുമല്ലേ, അതിനിപ്പോ പറയാനില്ലല്ലോ. ഇനി എന്തായാലും അതേക്കുറിച്ച് പറയണ്ട, അതിനുള്ള പണിയൊക്കെ അവൾക്ക് കണ്ണേട്ടം കൊടുത്തോളും എന്നൊക്കെ കരുണ പറയുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനെ.